എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോണ് നിങ്ങൾ ആരും തന്നെ അർഹിക്കുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇൻഫിനിക്സിൻ്റെ 12i. ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ഒരുപാട് അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ ബോക്സുകളും അവരുടെ ഫോണുകളും ഉണ്ടായിരുന്നത് 2020-ലും 2021-ലും ഉണ്ടായിരുന്നെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2023, 2022-ൽ അവർ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി. ആൻഡ് ഹിയർ യു ഗോ, ഇൻഫിനിക്സ് 12i. റേറ്റ് 10,000 രൂപ. 10,000 രൂപ എന്ന് വെക്കുന്ന സമയത്ത് 10,000 അല്ല, അങ്ങനെയല്ല. 10,000 രൂപയ്ക്ക് മറ്റ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഗംഭീരമായിട്ട് എടുത്തെടുത്ത് വയ്ക്കുന്ന പല ബ്രാൻഡുകളും ഓഫർ ചെയ്യാത്ത സാധനം ഇതിനകത്തുണ്ട്. ലൈക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഐഫോൺ ഇരിക്കുമ്പോൾ ഒരു ഫീല്, എൻ്റെ കയ്യിൽ ഐഫോണാണ്, ലൈക്ക് ഹലോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ബിൽഡ് ക്വാളിറ്റി ഡിസൈനിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഒരു ഫോൺ എങ്ങനെ കാണാൻ കൊള്ളാം, എത്രത്തോളം അത് ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്സ് ഓൺ ഫീൽ തരും, അതനുസരിച്ചിരിക്കും. ഇൻഫിനിക്സ് 12i ഒരു 30,000 രൂപയുടെ ഫോണ് പോലും തരാത്ത ഒരു ഹാൻഡ്സ് ഓൺ ഫീൽ തരുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ ഇത് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് പോലെയല്ല. അതിൻ്റെ അകത്ത് ആ ഒരു ക്യാമറയും ആ ഒരു ക്യാമറ പാർട്ടിൻ്റെയൊക്കെ ഡിസൈൻ വേറെ ലെവൽ തന്നെ, പറയാതിരിക്കാൻ വയ്യ. 6.7 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. 60 ഹെർട്സ് മാത്രമേ റിഫ്രഷ് ആയിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. AMOLED എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കളേഴ്സൊക്കെ ഭയങ്കര ഗുമ്മനെ ഇരിക്കും, വീഡിയോ കാണാനും ഗെയിം കളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഇതിനെ പവർ ചെയ്യുന്നത് MediaTek Helio G85 ആണ്. അത് മാത്രം എനിക്ക് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതൊരു പ്രോസസ്സർ വയ്ക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. 4GB റാമും 64GB ഇൻറ്റർണൽ സ്റ്റോറേജ്, അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 TB വരെയൊക്കെയുള്ള മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 50 മെഗാപിക്സലിൻ്റെ കൂടെ ഒരു ഡെപ്തും കൂടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾസ് ഇപ്പോൾ കാണാൻ പറ്റും. ഫോട്ടോസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എന്താ പറയുക, അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു 10,000 രൂപയ്ക്കുള്ള പല ഫോണുകളും നല്ല കൂറ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വൃത്തികെട്ട ഫോട്ടോ. അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ദിസ് ഈസ് ഫാർ ബെറ്റർ, ഭയങ്കര ബെറ്റർ. നിങ്ങളെപ്പോഴും ആ ഒരു പ്രൈസ് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ. ഓക്കെ, ആ പ്രൈസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. 5000 mAh ബാറ്ററി, 33 വാട്ട്സിൻ്റെ ചാർജിങ്. 5000 mAh ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും, നിങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ദിവസം പ്യുവറായിട്ട് നിങ്ങളുടെ ഫോണ് ലാസ്റ്റ് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് എനിക്ക് ഒട്ടും പിടിക്കാത്തത് ഇവരുടെ OS മാത്രമാണ്, XOS, അതായത് ഇൻഫിനിക്സിൻ്റെ XOS മാത്രമാണ്. അത് കുറച്ച് ഷോക്കാണ്. കുറേ ആഡ്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഡ്വേഴ്സ് അല്ല, കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചവർ ഒഴിച്ചു കഴിഞ്ഞാൽ ഫോൺ ഈസ് വെരി ഗുഡ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെയല്ല നമ്മൾ പ്ലാൻ ചെയ്തത്. പല ആളുകളുടെ അടുത്തും പോയി ചോദിച്ച് അവരുടെ റിയാക്ഷനൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല. ഈ ഫോൺ നല്ലതാണ്. ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയട്ടെ, ഇത് ആരും പൈസ തന്നിട്ടൊന്നും പറയുന്നതല്ല. 10,000 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി, പൈസ വസൂൽ എന്ന് പറയൂലേ, ആ സാധനം പൈസയ്ക്കുള്ളതുണ്ട്. പക്ഷേ പോരായ്മകൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ പോരായ്മകളുണ്ട്. അതായത് ഇതിൻ്റെ UI പരിപാടികളെല്ലാം കുറച്ച് പോരായ്മകളാണ്. പക്ഷേ 10,000 രൂപ കൊടുക്കപ്പോൾ അതിനുള്ളത് തരുന്നുണ്ട്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഫിനിക്സിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ട് ഇൻഫിനിക്സിന് ഒരുമാതിരി കളിയാക്കിയിട്ടൊക്കെ കമൻറ്റ് ഇടാറുണ്ട്. അവരോടൊരു കാര്യം പറയട്ടെ, 2023 ഡിസംബർ ആ സമയത്ത് ഇൻഫിനിക്സിൻ്റെ ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഫോൺ ഞാൻ അൺബോക്സ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ ആ ഫോൺ കണ്ട് ഞെട്ടിയിരിക്കും. ട്രസ്റ്റ് മീ. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി പൂട്ടിപ്പോകും. ഞാൻ പറയുന്ന ഈ സംഭവം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി പൂട്ടിപ്പോകും. അതാണ് സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഗെയിം കളിക്കാൻ അത്രയ്ക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഗെയിമൊക്കെ പ്ലേയബിൾ ആണ്. പക്ഷെ നല്ല രീതിക്ക് ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേയബിൾ ആണ്, നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഭയങ്കര സ്മൂത്തായിട്ട് കളിക്കാനൊന്നും പറ്റില്ല. ഡിസ്പ്ലേ ആ ഒരു നോച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ, നോച്ചാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ശോകം, അതൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായേനെ. പക്ഷേ ഇപ്പോഴും കളേഴ്സ് എല്ലാം ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും നല്ല രീതിക്കുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ക്യാമറയുടെ കാര്യം നോക്കട്ടെ, സെൽഫി നല്ല സെൽഫിയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു എബോ ആവറേജ് സെൽഫി നമുക്ക് കിട്ടുന്നുണ്ട്. റിയർ ക്യാമറ ഞാൻ പറഞ്ഞില്ലേ, മറ്റ് പല ഫോണുകളെക്കാളും കമ്പാരിറ്റീവ്ലി നല്ല ബെറ്റർ ഫോട്ടോസാണ് എടുക്കുന്നത്. ഞാനൊരു ഡ്രൈവ് ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാം അതിൻ്റെ അകത്ത് എത്രയൊക്കെ ഉണ്ടെന്ന്. ഒരു ബഡ്ജറ്റ് ഫോണാണ്. പക്ഷേ ബഡ്ജറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് 10,000 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 1 രൂപ പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ അഷ്വർ ചെയ്ത് പറയാം. ഇൻഫിനിക്സുമായിട്ട് ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് ഇൻഫിനിക്സിൻ്റെ 12i ഫോണിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ. ഒരു റഫ് റിവ്യൂ ആണ്. ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലോയിലുള്ള റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ പറ, അഭിപ്രായങ്ങളൊക്കെ പറ.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.